നമസ്കാരം. റേക്കി ശാക്തേയം. നമ്മളിന്ന് റേക്കി പരിശീലിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. റേക്കി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രപഞ്ച ജീവശക്തി, റേ കി എന്നീ രണ്ട് ഘടകപദങ്ങളാണത്. അതൊരു ജാപ്പനീസ് ലാംഗ്വേജാണ് റേക്കി. റേ മീൻസ് യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി എന്നാണ്. കി മീൻസ് ബയോ ലൈഫ് ഫോഴ്സ് എനർജി. ഇത് എല്ലാ ജീവജാലങ്ങളിലും ഈ ബയോ ഇലക്ട്രിസിറ്റിയുടെ പ്രവർത്തനമുണ്ട്. ഈ ബയോ ഇലക്ട്രിസിറ്റി ലീക്ക് ചെയ്ത് പോകുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഇത് മുറിവുകൾ വരുന്നത് ഊർജ ശരീരത്തിലൂടെയാണ് ഈ എനർജി ചോർന്നു പോകുന്നത്. റേക്കി മിക്കാവോ ഉസോയി എന്ന ബുദ്ധിസ്റ്റ് മങ്കാണ് ഇത് റീഡിസ്കവേർഡ് ചെയ്തത്. ഇതിൽ 27 സ്ഥാനങ്ങളിലാണ് സാധാരണയായി റേക്കി പരിശീലനം ആരംഭിക്കുന്നത്. അപ്പോൾ റേക്കി പഠിച്ചിട്ടുള്ളവരെല്ലാവരും തന്നെ ഒരു പക്ഷേ അനേക നാൾ ഇത് ചെയ്യാതിരുന്ന് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് മറന്നു പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ പ്രയോജനം ചെയ്യുന്ന ഒരു ടോക്കാണ്. 27 സ്ഥാനങ്ങൾ പരിചയപ്പെടുത്തുക. അതിൽ 7 സ്ഥാനങ്ങൾ നമ്മളുടെ ആധാരചക്രങ്ങളാണ്. ആധാരചക്രങ്ങൾ തുറന്നാണ് യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി ഒരാളിൽ ട്യൂൺ ചെയ്ത് നിലനിർത്തിയിരിക്കുന്നത്. അതുപോലെ ഭൂമിയുമായ ബന്ധം ഉറപ്പിക്കുന്നു, പ്രപഞ്ചവുമായ ബന്ധം ഉറപ്പിക്കുന്നു, ശരീരവുമായിട്ടുള്ള ബന്ധം, ഇവ മൂന്നും കൂടി ചേർന്ന് പ്രവർത്തിപ്പിക്കുന്നത് ഊർജമണ്ഡലങ്ങൾ വഴിയാണ്. അപ്പോൾ നമ്മളുടെ 7 ലെയർ ഓറ ചക്രാസ്, ഭൂമിയുടെ 7 ലെയർ ഓറ ചക്രാസ്, അതുപോലെ ഈ പ്രപഞ്ച മണ്ഡലം യൂണിവേഴ്സൽ ഓറ, ഇതുമായി ചേർന്ന് ഓവർലാപ്പിംഗ് നടക്കുന്നു. അങ്ങനെ ഒരു പ്രപഞ്ചബോധം നമ്മിൽ ഓൾമോസ്റ്റ് എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നത്. അതിനെയാണ് ഒരുപക്ഷെ ഭാഗ്യം, വിധി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സങ്കല്പിക്കേണ്ടത് ആദ്യമായി ഞാൻ എന്നോട് നന്ദി, ഞാൻ റേക്കിയോട് നന്ദി, ഞാൻ എന്നോട് നന്ദി എന്ന ഒരു പ്രതിജ്ഞയാണ്. ഐ ബിലോങ്സ് യു, യു ബിലോങ്സ് ടു മീ, വി ആർ വൺ എന്ന ഒരു ഓത്ത്. അപ്പോൾ ഐ താങ്ക് മൈസെൽഫ് ഫോർ ബീയിങ് ഹിയർ, ഐ താങ്ക് റേക്കി ഫോർ ബീയിങ് ഹിയർ, ഐ താങ്ക് മൈസെൽഫ് ഫോർ ബീയിങ് ഹിയർ എന്ന് പറയുന്ന മാത്രയിൽ തന്നെ ഊർജം കപാലകുണ്ടലങ്ങൾ തുറന്ന് പ്രാണാപാനന്മാർ കൈവെള്ളകളിൽ വന്ന് നിറയും. കൈകളിങ്ങനെ അഭിമുഖമായി പിടിച്ച് ചേർത്ത് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഒരു പുള്ളിങ് വലിവ് അനുഭവപ്പെടും. അല്ലെങ്കിൽ ഒരു പുഷിങ്, തള്ളൽ, കാന്തം ആകർഷിക്കുന്നത് പോലെ ഉള്ള ഒരു സാന്നിധ്യമാണ് അവിടെ സംജാതമാകുന്നത്. കൈകൾക്ക്, ഇരു കൈകൾക്കുള്ളിലും എന്തോ ഉള്ളതുപോലെ നമുക്ക് തോന്നും. ഇതിനു മുമ്പ് ഇല്ലാതിരുന്ന എന്തോ ഒന്ന് ഉള്ളതായി നമുക്ക് അനുഭവപ്പെടും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു, 21 പാളികൾ ഓവർലാപ്പ് ചെയ്ത് ഒന്നായി തീർന്നു ഉള്ളിലൊരു ചെറിയ പ്രകാശത്തെ കാണുന്നു. നമ്മളുടെ അനാഹത ചക്രത്തിൽ മുനിഞ്ഞു കത്തുന്ന ഒരു ചെറിയ പ്രകാശം, അതൊരു വലിയ പ്രകാശത്തിലേക്ക് ചേർന്നു. പിന്നെ ഞാനില്ല, പ്രകാശം മാത്രമേ ഉള്ളൂ. ഇതാണ് പ്രജ്ഞാനം, ബ്രഹ്മ എന്നുള്ള കൺസെപ്റ്റ്. എന്നിട്ട് നമ്മൾ ഒരു പിരമിഡിൻ്റെ ഉള്ളിലിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഇക്വലേറ്റർ ട്രയാങ്കിൾ, തൊട്ട് മുമ്പിലൊരെണ്ണം, സൈഡിൽ പിൻഭാഗത്ത്, ഇടത് ഭാഗത്ത്. ഇപ്പോൾ 4 ത്രികോണങ്ങൾ ചേരുമ്പോഴുണ്ടാകുന്ന ഒരു പിരമിഡായി. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇരിക്കുന്നത്. എന്നിട്ട് മനസ്സിൽ ഒന്നുകൂടി അഫർമേഷൻസ് എടുക്കുക.
ഐ ആം പ്രൊട്ടക്റ്റഡ്, ഐ ആം പ്രൊട്ടക്റ്റഡ്, ഐ ആം പ്രൊട്ടക്റ്റഡ്. ഞാൻ സുരക്ഷിതനാണ്, ഞാൻ സുരക്ഷിതനാണ്, ഞാൻ സുരക്ഷിതയാണ്. എന്നിലേക്ക് വരുന്നതെല്ലാം പ്രേമവും പ്രകാശവുമാണ്. എന്നിൽ നിന്നും പുറപ്പെടുന്നതെല്ലാം പ്രേമവും പ്രകാശവുമാണ്. ഗീവ് താങ്ക്സ് all the Reiki Masters, Angelic Force, Archangels and all deities. ഇത്രയാണ് നമ്മൾ പ്രാഥമികമായ ഒരു നടപടിക്രമം. പിന്നെ ചെയ്യുന്നത് കൈകൾ, ഒന്നാമത്തെ പോയിന്റ് അതാണ് ഐസ് ആൻഡ് സൈനസ് ഏരിയ. 27 സൈക്കിക് പോയിന്റ്സ് ആണ് ബോഡിയിലുള്ളത്. അതിൽ ഒന്നാമത്തെ പോയിന്റാണ് ഐസ് ആൻഡ് സൈനസ് ഏരിയ. കണ്ടോ, കൈകളിങ്ങനെ ഒരു ഫെദർ ടച്ച് മാത്രം മതി. അമർത്തുകയോ പ്രസ് ചെയ്യുകയോ ഒന്നും ചെയ്യണ്ട. തൂവൽ സ്പർശം 1 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ നമുക്കിതിങ്ങനെ വയ്ക്കാം. ഒന്നാമത്തെ പോയിന്റ് ഐസ് ആൻഡ് സൈനസ് ഏരിയ. മൂന്ന് ദീർഘമായ ശ്വാസങ്ങൾക്കും നിശ്വാസങ്ങൾക്കും ഇടയിൽ ഒരുപക്ഷെ അവിടെ ഫില്ലാവും. 3 മിനിറ്റില്ലെങ്കിലും എടുക്കാൻ പറ്റുന്നവർ എടുക്കുക, 3 മിനിറ്റ് അല്ലാത്തവർ അങ്ങനെ ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് ചെന്നിയാണ്, ടെമ്പിൾസ് ഉണ്ടോ, അത് കവർ ചെയ്ത് കൈ ഫെദർ ടച്ച്. അപ്പോൾ ഈ കൈകൾക്കുള്ളിൽ ഒരു കുഴി പോലെ ഉണ്ടാവും. ഇതൊരു പിരമിഡ് പോലെയാണ്. കൈയുടെ ഉള്ളിൽ ഒരു കുഴി ഉണ്ടാവും. കൈയുടെ സെൻട്രിൽ നിന്ന് തലഹൃത്ത് എന്ന് പറയുന്ന ഒരു മർമ്മ കേന്ദ്രമാണ്, മൈനർ ചക്ര. അതിലൂടെയാണ് ഊർജം പുറത്തേക്ക് വരുന്നത്. ചൂടായിട്ട് വാംത്ത്, ടിംഗ്ലിങ് സെൻസേഷൻ, ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്ന പോലെയൊക്കെ അനുഭവപ്പെടും ആ സമയത്ത്. അത് ഒരു 3 ശ്വാസത്തിനും നിശ്വാസത്തിനും. അവിടെ ഫില്ലായി. ഇപ്പം നിങ്ങളുടെ ബോത്ത് ഹെമിസ്ഫിയർ, 2 തലച്ചോറിൻ്റെ ഭാഗങ്ങളും തലയോടും അവിടെ ശുദ്ധീകരിക്കപ്പെട്ട് ചികിത്സിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ കൈ ഇങ്ങനെ വെച്ച് നമ്മൾ കൈ എടുക്കുന്ന സമയത്ത് നമുക്കൊരു ജെൻറ്റിൽ ബ്രീസ്, ഒരു എലഗൻസ് ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. മൂന്നാമത്തെ പോയിൻ്റാണ് ചെവി. 2 ചെവികളും അടച്ച് തൂവൽ സ്പർശം ഇങ്ങനെ വയ്ക്കുന്നു. അതും 3 ശ്വാസം നിശ്വാസങ്ങൾക്കിടയിൽ പൂർത്തീകരിക്കപ്പെടുന്നു. 4-ാമത്തെ പോയിൻ്റാണ് ബാക്ക് ഒസിഫിറ്റൽ ലോബ്. കൈകൾ മുകളിലേക്ക് ഇങ്ങനെ തിരിച്ച് തലയിൽ തിരിച്ച് മുകളിലേക്കായിട്ട് കൈ പിടിക്കുക. അതാണ് 4-ാമത്തെ പോയിന്റ്. അത് 3 ശ്വാസത്തിനും നിശ്വാസത്തിനും ഇടയിൽ. അഞ്ചാമത്തെ പോയിന്റാണ് തേർഡ് ഐ ഫ്രണ്ട് ആൻഡ് ബാക്ക്. ആജ്ഞാചക്രം പിൻഭാഗവും മുൻഭാഗവും. അതും 3 ശ്വാസങ്ങൾക്കുള്ളിൽ തന്നെ പൂർത്തീകരിക്കപ്പെടുന്നു. ആജ്ഞാചക്രത്തിൻ്റെ നിറം കടും നീല നിറമാണ്. ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനിയാണ്. കുണ്ടലിനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളത് കൂടുതൽ വരുന്നത്. ഇപ്പോൾ തലയിൽ 5 പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. 6-ാമത്തെ പോയിന്റ് നമ്മുടെ വിശുദ്ധി ചക്രം, കഴുത്ത്. വിശുദ്ധി ചക്രം നിലയ രക്തവർണ്ണ ത്രിലോചന, കഴുത്ത്. ഈ വിരലുകളെല്ലാം ചേർന്നിരിക്കണം, അകന്നിരിക്കരുത്. ചേർന്നിരിക്കണം എല്ലാവരും. ഏഴാമത്തെ പോയിന്റ് തൈമസ് തൈറോയ്ഡ് ഗ്ലാൻഡാണ്. നമ്മുടെ സ്റ്റേണത്തിൻ്റെ മധ്യഭാഗത്തായിട്ട്, മാറലിൻ്റെ മധ്യഭാഗത്തായിട്ട്.
തൈമസ് തൈറോയിഡ് ഗ്ലാൻഡ്. എട്ടാമത്തെ പോയിന്റ് ശ്വാസകോശ ശീർഷങ്ങൾ, ലങ്സ് ടിപ്പ്. ഒമ്പതാമത്തെ പോയിന്റാണ് ഹാർട്ട് ചക്ര, അനാഹതം. ഹാർട്ട്. അടുത്ത പോയിന്റാണ് മണിപൂരകം. അതായത് ഡയഫ്രത്തിന് താഴെ പൊക്കിളിന് മേലെയായിട്ടാണ് മണിപൂരക ചക്രം. മണിപൂരാന്തരിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി. മണിപൂരകം, ഇതാണ് മണിപൂരകം. അടുത്ത പോയിന്റ് ലിവർ ആൻഡ് സ്പ്ലീൻ, റൈറ്റ് സൈഡിൽ, ഡയഫ്രത്തിന് താഴെ വലത് ഭാഗത്തായിട്ട്, പൊക്കിളിന് മേലെയായിട്ട്. അടുത്ത പോയിന്റ് പാങ്ക്രിയാസ്. അടുത്ത പോയിന്റ് സ്വാദിഷ്ഠാന ചക്രം, പൊക്കിളിന് താഴെ, നാഭി പ്രദേശം. പൊക്കിളും അടഞ്ഞ് ചെയ്യരുത്, പൊക്കിൾ ഒഴിവാക്കിയിട്ട് അറിയാതെ കൈവയ്ക്കുക, രണ്ട് കൈ. പിന്നെ മൂലാധാരം, ഫ്രണ്ടൽ ലോബ്, ജെനിറ്റൽ റീജിയൻ. ഇത് കഴിഞ്ഞാൽ ബോത്ത് തൈസ്, രണ്ട് തുടകൾ. പിന്നെ നീ, അണ്ടർ നീ, റൈറ്റ്, മുട്ടിൻ്റെ അടിയിൽ, വലത് ഭാഗത്ത്, കാലിൻ്റെ. പിന്നെ 3 മിനിറ്റ് കഴിയുമ്പോൾ ഇടത് ഭാഗത്തെ കാലിൻ്റെ നീ, അണ്ടർ നീ, മുട്ടിൻ്റെ അടിയിൽ. പിന്നെ ബോത്ത് കാഫ് മസിൽസ്, കാലിൻ്റെ മുട്ടിൻ്റെ അടിയിൽ, ബാക്ക് സൈഡിൽ, മുട്ടിന് താഴെ, കാഫ് മസിൽസ്. 2 കാഫ് മസിൽസ് ഒന്നിച്ച് ചെയ്യുക. പിന്നെ ആംഗിൾ സോൾഫിറ്റ്, പാദത്തിനടിയിലായിട്ട് ചെയ്യുക, റൈറ്റ് ഫീറ്റ്. ബലം പിടിക്കരുത്, ഫെദർ ടച്ച് മാത്രം മതി. അടുത്ത പോയിന്റ് ലെഫ്റ്റ് ഫീറ്റ്, പാദത്തിനടിയിൽ, ആംഗിൾ സോൾഫിറ്റ്, പാദത്തിന് മേലെയായിട്ട് 2 കൈ വയ്ക്കും. പിന്നെ അടുത്ത പോയിന്റ് ഷോൾഡേഴ്സ്, ബാക്ക് ഷോൾഡർ. അടുത്ത പോയിന്റ് തൈമസ് തൈറോയിഡ് ഗ്ലാൻഡ്, ബാക്ക്, പിൻകഴുത്ത്. പിന്നെ ബാക്ക് ഹാർട്ട് ചക്ര, ഒരു കൈ നട്ടെല്ലിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ചക്രങ്ങൾ കുടികൊള്ളുന്നത്. കൈ ഇങ്ങനെ വയ്ക്കാൻ പറ്റാത്തവർ ഒരു കൈ പിൻഭാഗത്ത് ഹാർട്ട് ചക്രയിൽ വയ്ക്കുക, ഒരു കൈ മുൻഭാഗത്തും വയ്ക്കുക. പിന്നെ അടുത്ത പോയിന്റ് മണിപൂരകം, ബാക്ക്. പിന്നെ നട്ടെല്ലിൻ്റെ 2 സൈഡിലായിട്ട് കിഡ്നി. അടുത്ത പോയിന്റ് സ്വാദിഷ്ഠാനം ചക്രം, ഓറഞ്ച് നിറം ആണ്. പിന്നെ ടെയിൽ ബോൺ, മൂലാധാരം, ഏറ്റവും താഴെ, നട്ടെല്ലിൻ്റെ കീഴറ്റം. ഇപ്പോൾ 27 പോയിന്റ് നമ്മൾ കവർ ചെയ്തു. അതിനുശേഷം നമ്മൾ തിരിച്ച് നമ്മളുടെ ഓറയിലൂടെ ഇങ്ങനെ കൈ ഓടിച്ച് നോക്കാം. നമുക്ക് കാണാൻ പറ്റും, നമ്മൾ സ്കാൻ ചെയ്യാൻ പറ്റും, ഓറ അങ്ങനെ ചെയ്യാൻ പറ്റും, നമ്മളുടെ തന്നെ. ഓറയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് 1, 2, 3,
4, 5. തലയിൽ 5 പോയിൻ്റ് ആദ്യം പഠിക്കുക. അതിനുശേഷം കഴുത്തിൻ്റെ, പിന്നെ ബാക്കി ചക്രങ്ങളും സൈക്കിക് പോയിൻറ്റ്സും ചെയ്ത് ശീലിക്കുക. അങ്ങനെ 27 സൈക്കിക് പോയിൻറ്റ്സിൽ നമ്മൾ കൈവയ്ക്കുമ്പോൾ ചൂടായിട്ടോ ടിംഗ്ലിംഗ് സെൻസേഷനോ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കൈകൾ കൂട്ടിത്തിരുമുക. പിന്നെ റേക്കി നിന്നു കൂട്ടിത്തിരുമു. പിന്നെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ ചെയ്യണം തോന്നുകയാണെങ്കിൽ, വേറൊരാളെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ ഇൻവോക്കേഷൻ ഓഫ് ലൈഫ്, ഐ താങ്ക് മൈസെൽഫ് ഫോർ ബീങ് ഹിയർ, ഐ താങ്ക് റേക്കി ഫോർ ബീങ് ഹിയർ, ഐ താങ്ക് ആ ആളുടെ പേര് പറയുക. ആ പേരുകാരനോട് നന്ദി, ഞാൻ എന്നോട് നന്ദി, റേക്കിയോട് നന്ദി, ഞാൻ എൻ്റെ പാർട്ട്ണർ ആ രോഗി ആരാണോ ആ രോഗിയുടെ പേര് പറഞ്ഞ് രോഗിയോട് നന്ദി പറഞ്ഞ് ഇതേ രീതിയിൽ തന്നെ ഈ 27 സ്ഥാനങ്ങളിൽ കൈവച്ച് കഴിഞ്ഞാൽ ആ രോഗി സുഖം പ്രാപിക്കുന്നതാണ്. തീർന്നു കഴിയുമ്പോൾ കൈകൾ കൂട്ടി തിരുമുക. ഗീവ് താങ്ക്സ് ഓൾ ദി റേക്കി മാസ്റ്റേഴ്സ്, എൻഗലറ്റിക് കോഡ്സ്, ആർക്കേഞ്ചൽസ് ഓർ ഓൾ ഡൈറ്റീസ്, അല്ലെങ്കിൽ സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യ ബുദ്ധിന്ദ വന്ദേ ഗുരു പരമ്പര. ഇത്രയും പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുക. മിക്കാവോ ഉസൂയിയാണ് റേക്കി റീഡിസ്കവേർഡ് ചെയ്തത്. ഗുരു മിക്കാവോ ഉസൂയിക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് റേക്കി നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് റേക്കി.